കഴിഞ്ഞ ഒരു മാസമായി മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ PV അൻവർ യുദ്ധം നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉന്നം P ശശിയും ADGPയും ആണെങ്കിലും ലക്ഷ്യം മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടത് മുഖ്യമന്ത്രിയുടെ യുദ്ധപ്രഖ്യാപനമാണ്. ഒപ്പം തനിക്കൊപ്പം നിൽക്കുന്നവരെ ഏതറ്റം വരെയും സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവും. എന്താ സംശയം? അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. P ശശി സർക്കാരിനെ ചീഞ്ഞ അവസ്ഥയിലെത്തിച്ചു. മുഖ്യമന്ത്രിക്കായി ശശി കിണർ കുത്തിവെച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് P ശശി ഭരിക്കുന്നു. തന്നെ പ്രതിക്കൂട്ടിലാക്കിയ PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം നിഷ്കരണം തള്ളിയാണ് P ശശിക്കായുള്ള മുഖ്യമന്ത്രിയുടെ കവചം. മാത്രമല്ല, വാദിയായി രംഗത്തിറങ്ങിയ PV അൻവറിനെ മുഖ്യമന്ത്രി പ്രതിയുമാക്കി. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. ADGPയുടെ RSS ബന്ധം സാധൂകരിക്കുന്ന ഓരോ പ്രവൃത്തിയും തന്നെ രാഷ്ട്രീയമായി തകർക്കുമെന്ന് പിണറായി മനസ്സിലാക്കുന്നുണ്ട്. അതും CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന ഇക്കാലത്ത്. അതുകൊണ്ട് തന്നെ ADGPക്കെതിരെ ഒരു നടപടിയെടുത്ത് പരാജയപ്പെടാൻ പിണറായി ഒരുക്കമല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ADGP RSS നേതാക്കളെ കണ്ടതിലുള്ള അതൃപ്തി CPM സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറഞ്ഞതാണ്. പോലീസിന്റെ തൃശൂർ പൂരം കലക്കലിന്റെ ഇരയായ CPI-യും ADGPക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതുമാണ്. ADGP ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കാൻ പാടില്ല. MV ഗോവിന്ദൻ ADGPക്കെതിരെ പ്രകടിപ്പിച്ചത് CPM-നുള്ളിലെ വികാരമായിരുന്നു. LDF യോഗത്തിൽ CPI-യും RJD-യും NCP-യുമെല്ലാം ADGPക്കെതിരെ ആഞ്ഞടിച്ചതുമാണ്. പക്ഷേ മുഖ്യൻ കുലുങ്ങിയില്ല. ഘടകകക്ഷികളല്ല, സ്വന്തം പാർട്ടി എതിരാണെങ്കിൽ പോലും അന്വേഷണ റിപ്പോർട്ട് വരാതെ ADGPയെ തൊടില്ലെന്ന് പിണറായിയുടെ പ്രഖ്യാപനം. ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും. അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവൂ. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. സമ്മേളന കാലത്ത് തനിക്കെതിരെ പടപ്പുറപ്പാടിന് ഒരുങ്ങേണ്ടെന്ന മുന്നറിയിപ്പാണ് പിണറായി പാർട്ടിയിലെ അസംതൃപ്തർക്ക് നൽകുന്നത്. ഒപ്പം മുന്നണി ബന്ധമൊന്നും തന്റെ രാഷ്ട്രീയ വഴിയിൽ തടസ്സമല്ലെന്ന് ഘടകകക്ഷികൾക്കുള്ള ഓർമ്മപ്പെടുത്തലും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.